ചോദിച്ചു ആ റൂമിലാണ് പൂട്ടല്ലേ ഇട്ടിരിക്കുന്നത്, സീൽ ചെയ്തിട്ടില്ലല്ലോ. ഉടനെ അവർ പറയും മുമ്പ് സീൽ ചെയ്തായിരുന്നു, ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. നശിപ്പിക്കാതെ കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അവനെ മർദ്ദിച്ചിട്ടുള്ള കോർട്ട്യാർഡ്, ആ സെൻട്രൽ ഏരിയ, ടെന്നീസ് കോർട്ട് ഏരിയ, പിന്നെ അവൻ്റെ റൂം. ഞങ്ങളുടെ കയ്യിൽ താക്കോല. അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എന്താണ് കള്ളൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുമ്പോഴാണ് അവർ പോലീസ് പോയത്. ഇതുപോലെ ഒരു വൃത്തികെട്ട ഒരു റൂം, ചുമരാണെങ്കിലും അതിൻ്റെ ഫ്ലോറാണെങ്കിലും ബെഡാണെങ്കിലും അതിൻ്റെ കട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ തുരുമ്പിച്ച് തൊട്ട് കഴിഞ്ഞാൽ സെപ്റ്റിക്കാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു വൃത്തികെട്ട ഹോസ്റ്റൽ റൂമോ അല്ലെങ്കിൽ ഒരു ലോഡ്ജ് റൂമോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇവരെ എല്ലാവരെയും പറ്റുമെന്നെങ്കിൽ ഈ അക്ഷയ്ക്ക് ഉൾപ്പെടെ ഞാൻ തൂക്ക് കയറ് വാങ്ങി കൊടുത്തിട്ടേ പോകുള്ളൂ. അതിന് വ്യക്തമായ തെളിവ് എൻ്റെ ഉണ്ട്. നമസ്കാരം. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ ആ ഒരു സംഭവ സ്ഥലത്ത്, അതായത് ഹോസ്റ്റൽ മുറിയിലും പരിസരത്തും പോവുകയുണ്ടായി. അതിനെക്കുറിച്ച് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ തന്നെ നമ്മളോട് വിശദീകരിക്കുകയാണ്. അദ്ദേഹം കണ്ട കാഴ്ചകളെക്കുറിച്ച് എല്ലാം തന്നെ. കഴിഞ്ഞ ദിവസം അച്ഛൻ സിദ്ധാർത്ഥ് താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ പോയി മുറിയൊക്കെ സന്ദർശിച്ചു. അവിടെ പോയപ്പോഴുള്ളൊരു സാഹചര്യം എന്തായിരുന്നു, എന്താണ് അച്ഛൻ മനസ്സിലാക്കി? അവിടെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവിടുത്തെ ആ സ്ഥലം ഹോസ്റ്റലില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അവസാനമായിട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നിട്ട് അങ്ങ് പോയത്. പിന്നെ ഇതുവരയ്ക്കും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവൻ്റെ കൊലപാതകത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മുതൽ ഇന്നലെ വരെ അറിഞ്ഞിട്ടുള്ള വളരെ കറക്റ്റായിട്ടും വളരെ സോളിഡായിട്ടുള്ള പ്രൂഫ് ഉൾപ്പെടെയാണ് ഞാൻ തിരക്കിക്കൊണ്ടിരുന്നത്, എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് അവിടെ ഉണ്ടെന്ന ഒരു സാധനം, പെർമനൻ്റ് ആയിട്ടുള്ള സാധനം അവിടെ ഉണ്ടല്ലോ. എന്തെന്ന് പറഞ്ഞാൽ നശിപ്പിക്കാൻ പറ്റാത്ത സാധനം എന്ന് പറഞ്ഞാൽ അവനെ മർദ്ദിച്ച ഒരു കോർട്ട്യാർഡുണ്ട്, അവൻ്റെ റൂമുണ്ട്. അവർക്കത് നശിപ്പിക്കാൻ പറ്റില്ല. നശിപ്പിക്കണമെങ്കിൽ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നശിപ്പിച്ചാലേ പറ്റുള്ളൂ. ബാക്കി അവർ എവിഡൻസുകളെല്ലാം പോലീസും കോളേജ് ഡീനും അവർ എല്ലാവരും കൂടെ ചേർന്നിട്ട് പഴയ VCയും എല്ലാവരും കൂടെ ചേർന്നിട്ട് നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പം നശിപ്പിക്കാതെ കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അവനെ മർദ്ദിച്ചിട്ടുള്ള കോർട്ട്യാർഡ്, ആ സെൻട്രൽ ഏരിയ, ടെന്നീസ് കോർട്ട് ഏരിയ, പിന്നെ അവൻ്റെ റൂം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് ഞാൻ എൻ്റെ കൂടെ സഹായിക്കാനുണ്ടായിരുന്നോളും അവരൊന്ന് പോകാനായിട്ട്. അവിടെ പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു തരണം, നിങ്ങൾ മെയിൻ ഗേറ്റ് ഒന്ന് തുറക്കുക, ഇനി അകത്തുനിന്ന് കോർട്ട്യാർഡിലോട്ട് കയറട്ടെ. അപ്പോൾ അവർ സമ്മതിക്കില്ല. അവർ പറഞ്ഞു അത് പറ്റില്ല, അത് പോലീസിൻ്റെ ഓർഡർ വേണം. ആദ്യം പറഞ്ഞു റൂം സീൽ ചെയ്തിരിക്കുക. ഞാൻ പറഞ്ഞു ഓക്കെ, റൂം സീൽ ചെയ്തിരിക്കുകയാണെങ്കിൽ എനിക്ക് കയറാൻ പറ്റില്ലല്ലോ. റൂം സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിക്രമിച്ച് കയറാനും പറ്റില്ല, റിക്വസ്റ്റ് ചെയ്ത് കയറാനും പറ്റില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ വേണ്ട, റൂം സീൽ ചെയ്തിരിക്കുകയാണെങ്കിൽ കയറുന്നില്ല. എനിക്കത് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ ഏത് റൂമാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് താഴെ, ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്നു, മുകളിലോട്ട് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ റൂമാണെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു ആ റൂമിലാണ് പൂട്ടല്ലേ ഇട്ടിരിക്കുന്നത്, സീൽ ചെയ്തിട്ടില്ലല്ലോ. ഉടനെ അവർ പറയുന്നു അയ്യോ അത് മുമ്പ് സീൽ ചെയ്തായിരുന്നു, ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയൂ, ഒന്നുകിൽ സീൽ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ പൂട്ടിയിരിക്കുന്നു പറയും. ഞാൻ തിരിച്ച് പോകാൻ പോയതാണ്. റൂം സീലല്ല, പോലീസ് സീലാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. അല്ല മുമ്പ് സീൽ ചെയ്തിരുന്നു, പോലീസ് പറഞ്ഞു പൂട്ടി താക്കോൽ കയ്യിൽ വയ്ക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരുടെ കയ്യിൽ താക്കോൽ, പോലീസിൻ്റെ കയ്യിലാണോ? ഇല്ല ഞങ്ങളുടെ കയ്യിൽ താക്കോൽ. ഞങ്ങളുടെ കയ്യിൽ താക്കോലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എന്താണ് കള്ളൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുമ്പോഴാണ് അവർ പോലീസ് പോയത്. ഞാൻ തുറന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അതല്ല, പോലീസ് പറഞ്ഞു നിങ്ങൾ താക്കോൽ വെച്ചേക്ക്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് തുറന്നു എനിക്ക് അവൻ്റെ കിടക്കുന്ന റൂമൊന്ന് കാണണം, കിടന്ന റൂം കാണണം. അയ്യോ അത് പറ്റൂല, പോലീസിൻ്റെ പെർമിഷൻ വേണം എന്നാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ, താക്കോൽ നിങ്ങളിലുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, പോലീസിൻ്റെ പെർമിഷൻ വേണം. അപ്പം നിങ്ങൾ പോലീസിനെ വിളിക്കൂ. ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല. ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല. ഞാൻ ആയാലും കണ്ടിട്ട് എനിക്ക് കാണണമെന്നുണ്ട്, നിങ്ങൾ തന്നെ പോലീസിനെ വിളിക്കൂ. പോലീസിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രസൻസ് വേണോ പ്രൊട്ടക്ഷൻ വേണോ എന്താണെങ്കിലും നിങ്ങളെടുത്തോ. ചിലപ്പോൾ നിങ്ങൾക്ക് പോലീസ് പ്രസൻസ് വേണമായിരിക്കും, അല്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണമായിരിക്കും. എന്താണെങ്കിലും നിങ്ങൾ ചോദിച്ച് പോലീസിനെ വിളിക്കും. ഞാൻ ഇത്ര ദൂരത്തുനിന്ന് വന്നതാണ് ഈ കണ്ടിട്ട് പോകണമെന്ന്. അവർ പറഞ്ഞാൽ അവർ പോലീസിനെ വിളിച്ച് പോലീസ് വന്നു. പോലീസ് വന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഇപ്പം നിങ്ങളുടെ പോലീസ് വന്നല്ലോ, എനിക്കതൊന്ന് തുറന്ന് ഞാൻ ഒന്ന് കാണട്ടെ, അവൻ്റെ ബെഡൊന്ന് കാണട്ടെ. അത് കണ്ടു. ബെഡ് കണ്ടിട്ട് അവൻ്റെ ബെഡൊന്നും, അവൻ്റെ കട്ടിലിൽ ബെഡില്ല, അത് മാട്രസ് ഇല്ല അതിനകത്ത്. ഞാൻ അവൻ്റെ ബെഡ് എവിടെ പോയി, അത് പോലീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പാണ് പോലീസ് കൊണ്ടുപോയി. ബാക്കി 3 റൂമുണ്ട്, 3 റൂമല്ല 3 ബെഡ് കിടക്കുന്നു. ഞാൻ പറഞ്ഞു ഈ 3 റൂം ബെഡാണ് അവൻ്റെ കൂട്ടുകാരെയാണ്. അവൻ കൂട്ടുകാരെന്ന് പറയുമ്പം അക്ഷയ്, റഹാനും ഡാനിഷാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് അതെ എന്ന് പറഞ്ഞു. അക്ഷയ് കിടക്കുന്ന ബെഡ് ഏതാ?
അത് അവർക്കറിയില്ല. ഞാൻ വെച്ചാൽ റഹാൻ്റെ ബെഡ് ഏതാ അറിയില്ല, ഡാനിഷ് കിടക്കുന്ന അതും അറിയില്ല. ശരി, നിങ്ങൾക്കറിയില്ല, അവരിവിടെ തന്നെയാണ് കിടക്കുന്നത് ചോദിച്ചു. അതും അറിയില്ല. അവർ പറഞ്ഞു അയ്യോ അതും അറിയില്ല എവിടെയാണ് കിടക്കുന്നത്, അപ്പുറത്ത് 2-3 റൂമുണ്ട്, ഇപ്പുറത്ത് 2 റൂമുണ്ട്, അവിടെയൊക്കെ അവർ മാറി മാറി കിടക്കും. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ അറിയുന്നില്ലേ, മാറി കിടക്കുന്നതാ അല്ലെങ്കിൽ പുറത്ത് പോകുന്നത് അറിയുന്നില്ലേ? അതും നമ്മൾ നോക്കുന്നില്ല. ശരി, നോക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള, നിങ്ങൾക്കൊരു രജിസ്റ്റർ കാണുമല്ലോ, ഈ ഒരു റൂമിൽ അനുഭവിച്ചിട്ടുള്ള രജിസ്റ്റർ, അതിലവർ എത്ര പേരുണ്ടെന്നുള്ള നിങ്ങളിലുണ്ടാവും. എനിക്ക് അക്ഷയ് കിടന്ന റൂം ബെഡ് എനിക്ക് അറിഞ്ഞാൽ മതി. സിദ്ധാർത്ഥൻ കിടന്ന ബെഡ് ഇപ്പോൾ ഞാൻ കണ്ടു. അക്ഷയ് ഏത് ബെഡിലാണ് കിടന്നത്, റഹാൻ ഏത് ബെഡിലാണ് കണ്ടത്, ഈ ഡാനിഷ് ഏത് ബെഡിലാണ് കിടന്നത്, ഈ 3 കൊലയാളികൾ ഏത് ബെഡിലാണ് കിടന്നത്, അവൻ്റെ കൂടെ കിടക്കുന്ന 3 കൊലയാളികൾ ഏത് റൂമിലാണ് കിടന്നത്, ബെഡിലാണ് കിടന്നതെന്ന് കാണിക്കാൻ പോകും. അത് അവർക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഫിഷ് മാർക്കറ്റിൽ പറയുമ്പോൾ രാവിലെയൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ വന്ന് വാങ്ങിയിട്ട്, അല്ലെങ്കിൽ ലേലക്കടയിലൊക്കെ വന്നിട്ട് കിടത്തിയിട്ട് അവിടെ കിടന്നിട്ട് പോകുമ്പോൾ അതുപോലെയാണോ നിങ്ങൾ ഈ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല. ആൾക്കാർ വരുന്നു പോകുന്നു, ആരൊക്കെ വരുന്നു, എവിടെയോ കിടക്കുന്നു പോകുന്നു, നിങ്ങൾക്കൊന്നും അറിയില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു റൂമിൽ എത്ര പേര് കിടക്കുന്നു നിങ്ങൾക്കറിയാമോ? അവർക്കറിയില്ല എന്ന് പറഞ്ഞു. ആരൊക്കെ ഒന്ന് വന്ന് കിടക്കില്ല എന്നറിയുന്നു. ഞാൻ പറഞ്ഞു ഇത്, പിന്നെ ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് ചോദിച്ചു, ഇതൊരു മെഡിക്കൽ കോളേജാണ്. ഞാൻ പറഞ്ഞു ഇതൊരു വെറ്റിനറി കോളേജ് ആണെങ്കിൽ പോലും ഒരു മെഡിക്കൽ കോളേജിൻ്റെ അതേ രീതിയിൽ കീപ്പ് ചെയ്യേണ്ട സ്ഥലമാണ്. നിങ്ങൾ ഇത്ര കെയർലെസ് ആയിട്ടാണ് നിങ്ങൾ റൂം ഇങ്ങനെ അവർക്ക് കീപ്പ് ചെയ്യണത്. പിന്നെ അടുത്ത 2 ബെഡ് കാണിക്കാൻ, ബെഡ്റൂം ശരി, അടുത്ത ബെഡ്റൂം അവൻ്റെ കൂട്ടുകാരെ കിടക്കുമെന്ന് പറഞ്ഞു, അതും കൂടെ കാണിക്കാൻ പറ്റുമോ? ഞാൻ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് കണ്ടോട്ടെ ചോദിച്ചു. കാണാൻ ഒന്ന് തുറന്നു തന്നു. 3 ബെഡ്റൂം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ട്. പണ്ട് ജോലി സംബന്ധമായിട്ടുള്ള പലയിടത്തും പല ലോഡ്ജുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 1-2 മണിക്കൂറിൽ ഞാൻ ജോലി കിടക്കും, അവിടെ പോകും. പണ്ടത്തെ സാഹചര്യത്തിൽ ഇതുപോലെ ഒരു വൃത്തികെട്ട ഒരു റൂം, ഇത് ചുമരാണെങ്കിലും അതിൻ്റെ ഫ്ലോറാണെങ്കിലും ബെഡാണെങ്കിലും അതിൻ്റെ കട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ തുരുമ്പിച്ച് തൊട്ട് കഴിഞ്ഞാൽ സെപ്റ്റിക്കാവും. ഇതുപോലെ വൃത്തികെട്ട ആ 3 റൂമേ ഞാൻ കണ്ടോളൂ. ചുമരിലെ അഴുക്ക്, അതിൻ്റെ ഈ കറ പരമ്പരാഗതം അവർക്ക് അതിലുള്ള തുപ്പിയിട്ടുള്ള കറ, ബാക്കി ആ ചുമരിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നത് കാറൽ മാർക്സും ഇത് ചെക്കുവേരി അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഫോട്ടോ എടുക്കുന്നത് കണ്ടു. അതെ ഞാൻ ഫോട്ടോ എടുത്തു, എല്ലാത്തിൻ്റെയും ഞാൻ ഫോട്ടോ എടുത്തിട്ട് ചെക്കുവേരയും ഇതിൻ്റെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എല്ലാ രീതിയിലുള്ള ഞാൻ ഫോട്ടോ എടുത്തു, എല്ലാത്തിൻ്റെയും ഫോട്ടോ. അതുകൊണ്ടാണല്ലോ ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. ഞാൻ വെറുതെ ഇനി അവർ പറയില്ലല്ലോ ഇത് ആരോപണമാണെന്ന്. ഞാൻ ആ 3 റൂമിൻ്റെ ആ വൃത്തികെട്ട ഫോട്ടോ എടുത്തു, വൃത്തികെട്ട രൂപത്തിലുള്ള ആ ഫോട്ടോകൾ കംപ്ലീറ്റ് എടുത്തു. എന്തൊക്കെയാണ് അത് ഇപ്പോഴും പുതിയതായിട്ട് എഴുതി വെച്ചിട്ട കാര്യങ്ങളല്ല, അത് വർഷങ്ങളോളം എഴുതി വെച്ചിട്ടുള്ളതാണ്. അതിൽ ഒരു പോസ്റ്റർ കണ്ടാൽ അറിയാം. 2017-2018 ഉള്ള SFIയുടെ അല്ലെ അവിടെ ഒരു പോസ്റ്ററാണ് അതിൽ വെച്ചിരിക്കുന്നത്. അതുപോലും മാറ്റിയിട്ടില്ല. അതുപോലെ അന്ന് പോലുള്ള തീവ്രവാദികളാണ് ഈ പോസ്റ്റർ അതിലുണ്ട്. ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു സാധനം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചു ഇവിടെയാണോ നിങ്ങളെ ഈ കുട്ടികളെ കിടത്തുന്നത്? അല്പം ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെ? ഒന്നും മിണ്ടുന്നില്ല, ഒരു കാര്യം മിണ്ടുന്നില്ല. കാരണം എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ സെപ്റ്റിക്കാവും. ആ രീതിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു വൃത്തികെട്ട ഹോസ്റ്റൽ റൂമോ അല്ലെങ്കിൽ ഒരു ലോഡ്ജ് റൂമോ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ട് ഓക്കെ ശരി നീ കാണിച്ചു തന്നല്ലോ, എനിക്ക് ജസ്റ്റ് അവൻ്റെ റൂം കാണണമെന്നേ ഉള്ളൂ. വെളിയിറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു ഈ കോർട്ട്യാർഡ് ഇതിനകത്തിട്ടല്ലേ? അതിനകത്ത് സ്റ്റാഫുകളുടെ ഞാൻ ചോദിച്ചു ഈ കോർട്ട്യാർഡിനകത്താണല്ലോ നിങ്ങൾ അവനെ തുണിയില്ലാതെ മർദ്ദിച്ച് 3 ദിവസം മർദ്ദിച്ചിട്ട് ബെൽറ്റിൻ്റെ ബക്കിൾ വരെ പൊട്ടുന്ന രീതിയിൽ മർദ്ദിച്ചത് ഇവിടെ ഇട്ടാണോ എന്ന് ചോദിച്ചു. ഇവിടെ ഇട്ടല്ലേ എന്ന് ചോദിച്ചു. അവിടെയുള്ള സ്റ്റാഫുകളോട് ചോദിച്ചു. സ്റ്റാഫുകൾ ആണോ ഇല്ലയോ ഒന്നും മിണ്ടുന്നില്ല. വേണമെങ്കിൽ പറയാം അങ്ങനെ സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അല്ല, അവർ തലകുനിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയൂ, ഇവിടെ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആൻറ്റി റാഗിങ് സ്ക്വാഡ് വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പോലീസ് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെയുള്ള പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഇങ്ങനെ വെച്ചു വാഴകളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇവിടെ ഒന്നിനും കഴിയില്ല. അവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ബാൽക്കണിയിൽ നിന്നല്ലേ അവർ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ കാണിച്ചു കൊടുത്തു. ഈ ബാൽക്കണിയിൽ നിന്നല്ലേ അവർ സിനിമ കാണും പോലെ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഇട്ടല്ലേ മർദ്ദിച്ചത് അവനെ 3 ദിവസം. അതും വെള്ളം കൊടുക്കാതെ രാവിലെ കൊണ്ടുപോകുമ്പോഴത്തേക്കും വൈകുന്നേരം കൊണ്ടുപോകും, പിന്നെ രാവിലെ കൊണ്ടുവന്ന് വീണ്ടും കൊണ്ടുവരും, പിന്നെ പാറപ്പുറത്ത് കൊണ്ടുപോകും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവരും. അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, ഇതിനകത്തിട്ടല്ലേ ഞാൻ ചോദിച്ചു. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇത്രയും ഞാൻ ചോദിക്കണമെങ്കിൽ ഞാൻ എന്തുമാത്രം മനക്കെട്ടിയിൽ നിൽക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത്. എന്തുമാത്രം മനക്കെട്ടി നിന്നിട്ട് വേണം ചോദിക്കാൻ, എനിക്കത് അറിയണം. അതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ
ശരി എനിക്കതൊന്ന് അറിഞ്ഞാൽ മതി, നിങ്ങളെ മൗനമെന്ന് പറഞ്ഞാൽ സമ്മതമാണെന്ന് എനിക്കറിയാം. ഞാനത് കണ്ടിട്ടൊന്ന് ഇറങ്ങി. അവസാനമായിട്ട് ആ കോളേജിൻ്റെ നടയിൽ നിന്ന് ഇറങ്ങി. ഈ സിദ്ധാർത്ഥിനെതിരെ പരാതി കൊടുത്ത ഈ യുവതിയും അതുകൂടാതെ ഈ പ്രതി എന്ന് പറയപ്പെടുന്ന അക്ഷയും ഇപ്പോൾ കോളേജിൽ വന്നു തുടങ്ങി. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയും? അതിനെക്കുറിച്ച് അറിയാമെന്നല്ല, ആ യുവതി കമ്മീഷണർ ഓഫീസിൽ ജോലിയുള്ള അവളെ അമ്മ ഇപ്പോൾ കോളേജിൽ വന്നു തുടങ്ങി. ആ കോളേജിൽ വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം പോലീസ് കേസെടുക്കാതെ വിട്ടതാണ്. അതായത് ഇടതുപക്ഷത്തിൻ്റെ ഈ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം അതുകൊണ്ട് വീണ്ടും കയറി കോളേജിൻ്റെ ഡീൻ ഇപ്പോഴുള്ള ഡീൻ ഉൾപ്പെടെ ഉള്ളവരുടെ സഹകരണം. കാരണം ഇപ്പോഴത്തെ VC എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ VC ഇപ്പോഴേ തന്നെ ചാർജ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴുള്ള VCയെക്കുറിച്ച് ഞാൻ ഒരു ആരോപണം പറയുന്നില്ല, ഒരു കുറ്റവും പറയുന്നില്ല. അദ്ദേഹം വളരെ രീതിയിലുള്ള ഒരു ഭരണം ഇപ്പോൾ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഡീന് ഇതിനുള്ള പ്രവർത്തനം തുടങ്ങിയെന്ന് പറഞ്ഞാൽ 2-3 ആഴ്ച മുമ്പാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി. അതായത് ആദ്യത്തെ ഡീന് രാജിവെച്ച് പോയോ അല്ലെങ്കിൽ സസ്പെൻഷനിലായോ അതുമുതലുള്ള ഡീനിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള, വളരെ എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അതാണ് ഇപ്പോൾ അവരെ ഈ പെൺകുട്ടികളെ സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നുണ്ട്, അടുത്ത കോളേജിലോട്ട് പോകാനായിട്ട്. പിന്നെ അക്ഷയ് ഉൾപ്പെടെയുള്ളവരെ ഇത് പ്രതി ചേർക്കാതെ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ട് പോകുന്നതും ഈ പുതിയ ഡീനും പിന്നെ അക്ഷയെ സംരക്ഷിക്കുന്ന ഇടുക്കിയിലെ MM മണി അവരെല്ലാം കൂടെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് പോയതുകൊണ്ട് ഇനിയിപ്പോൾ അക്ഷയെ പുറത്തോട്ടങ്ങ് വിട്ടു. കാരണം ഇനി പേടിക്കേണ്ട കാര്യമില്ല, പോലീസ് കേസില്ല. അക്ഷയ് കോളേജിൽ വരാൻ തുടങ്ങി. അങ്ങനെ അക്ഷയെ നല്ല രീതിയിൽ സംരക്ഷിച്ചു. പോലീസ് കേസൊന്നും ഇല്ലാതെ പോലീസിൻ്റെ ആദ്യത്തെ പ്രൊഫോമ ലിസ്റ്റ് പോകുന്നത് വരെ അക്ഷയെ MM മണി നല്ല രീതിയിൽ സംരക്ഷിച്ചു. അപ്പോൾ ലിസ്റ്റ് പോയിട്ടുണ്ടോ, പ്രൊഫോമ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം പ്രശ്നമില്ല, അവരെ ഡ്യൂട്ടി കഴിഞ്ഞു. അക്ഷയ് കോളേജിൽ പോയി തുടങ്ങി. ഈ എന്നുള്ള കൊലയാളി കൊലയാളി തന്നെയാണ് കൂട്ടുനിന്നവരും പോയി. ഈ അവസാനം വരെ അവനെ മർദ്ദിച്ച് കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്ന അക്ഷയും ഇപ്പം കോളേജിൽ പോകാൻ തുടങ്ങി. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അതൊരു അവസാനം ആവില്ലല്ലോ, ഞാനെങ്ങനെ വിടും? ഞാൻ ഇവരെ എല്ലാവരെയും പറ്റുമുണ്ടെങ്കിൽ ഈ അക്ഷയ്ക്ക് ഉൾപ്പെടെ ഞാൻ തൂക്കുകയറ് വാങ്ങി കൊടുത്തിട്ടേ പോവുള്ളൂ. കാരണം അതിന് വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് തൂക്കുകയറ് വാങ്ങാനുള്ള ചാൻസ് ബിൻസിക്ക് കുറവാണ്. പക്ഷേ അതിൽ ജയിലിൽ കിടക്കേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, അതായത് കൂട്ടുനിന്നതിനും മറ്റേതിനും എല്ലാം. ഓക്കെ, അത്രയും മതി. പക്ഷേ അക്ഷയ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതികളെ കൂടെ കൂട്ടത്തിലുള്ളതാണ്. അത് CBI വരുമ്പോഴും അടുത്ത അന്വേഷണ കമ്മീഷൻ ബഹുമാനപ്പെട്ട ഗവർണർ അന്വേഷിച്ചിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ അതിലെല്ലാം അക്ഷയുടെ കാര്യം പുറത്ത് കൊണ്ടുവരും. ഏതറ്റം വരെയും പുറത്ത് കൊണ്ടുവന്നിട്ട് അക്ഷയെയും പറ്റുമെങ്കിൽ ബാക്കിയുള്ള 6 എണ്ണത്തിനും തൂക്കുകയർ കിട്ടും. ആ രീതിയിലാണ് ഞാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അക്ഷയും കൂടെ മാക്സിമം ചെയ്യാൻ നോക്കും. ഇതിപ്പം നമ്മളൊരു ആവേശത്തിൽ പറയുന്നതല്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുക, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ആ രീതിയിൽ അങ്ങനെ കൊണ്ടുപോകും. ഈ CBI അന്വേഷണം വൈകിപ്പിച്ച ഈ സംസ്ഥാന സർക്കാരിൻ്റെ നടപടി എങ്ങനെ നോക്കിക്കാണുന്നു? CBI അന്വേഷണം വൈകിപ്പിച്ച നടപടി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വൻ ചതിയാണ് എൻ്റെ കുടുംബത്തിലൂടെ കാണിച്ചത്. വൈകിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഈ സിദ്ധാർത്ഥനെ ഉള്ളതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ആ കോളേജിലെ SFI എന്ന് പറഞ്ഞാൽ ആ തീവ്രവാദി സംഘടനയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ എന്ന് പറയുമ്പോഴെന്താ, അവിടുത്തെ ഭരണകർത്താക്കൾ ആ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, പ്രസിഡൻറ്റ്, ചെയർമാൻ, അവിടുത്തെ ആരാണ് തലവർ, അവർ തന്നെയാണ് അവനെ കൊന്നതിൽ മുൻപന്തിയിൽ. അവർ തന്നെയാണ് ഇപ്പോൾ ജയിലിലും കിടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ആരോപണമല്ല, ഇപ്പോൾ ജയിലിൽ അവർ സമ്മതിച്ചിട്ടുണ്ട്. അവർ തന്നെയാണ് കൊന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊന്നതെന്ന് അവർ സമ്മതിച്ചിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞത് അവർ തന്നെയാണ് കൊന്നത്. മർദ്ദിച്ച് അവസാനമാക്കി 1 ഇഞ്ച് പോലും അനക്കാൻ പറ്റാത്ത രീതിയിൽ റെഡിയാക്കി കൊടുത്തത് അവരാണ്. അവരുടെ പേരിൽ തന്നെയാണ് ആദ്യത്തെ ലിസ്റ്റ് വന്നിട്ടുള്ളത്, ആദ്യത്തെ ക്രൈം ഉള്ള പേര് വന്നിട്ടുള്ളത്. അവരെ സംരക്ഷിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യമാണ്. കാരണം അവരെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈ തീവ്രവാദി യൂണിയൻ സംഘടന താഴെ പോകും. ആ കോളേജിൽ ഒറ്റ യൂണിയനേ ഉള്ളൂ, SFI. ആ താഴെ പോവാതെ നോക്കേണ്ടത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യമാണ്. അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തണം. എങ്ങനെയെങ്കിലും ഈ കേസ് ലേറ്റായി കൊണ്ടിട്ട് രക്ഷപ്പെടുത്തണം. പ്രത്യേകിച്ച് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രിക്കും ഏറ്റവും വലിയ അത്യാവശ്യമാണ് ഈ പറയുന്ന MM മണിക്കും അവരുടെ കുടുംബത്തിനും അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഏറ്റവും വലിയ അത്യാവശ്യമാണ് അവരെ രക്ഷപ്പെടുത്തുക. ആ നേതാക്കളെ രക്ഷപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭരണം പോവും. ഭരണം പോയി കഴിഞ്ഞാൽ ആ കോളേജിൽ പിന്നെ SFI എന്നുള്ള ആ തീവ്രവാദി സംഘടനയിൽ വിട്ടുപോകും. അത് സംരക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത് അട്ടിമറിച്ച് പോലീസ് അന്വേഷണം അട്ടിമറിച്ചുകൊണ്ട് പോയി അടുത്ത CBI അന്വേഷണം ലേറ്റാക്കി അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ തീവ്രവാദി നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്.
ഞാനിപ്പോൾ ഒരാളുടെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള പേരിൽ ഒരു വ്യക്തി എന്നുള്ള പേരിലല്ല ഞാൻ പറയുന്നത്. ഞാൻ അവിടെ ഭരണത്തിൻ്റെ കുറിച്ചാണ് പറയുന്നത്. ആഭ്യന്തര മന്ത്രാലയം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കഴിവുകേടാണ് വൃത്തികെട്ട പരിപാടിയായിരുന്നത്. അതിന് ഉത്തരവാദിയായ മന്ത്രിയാണ്, ഉറപ്പാണ് ആഭ്യന്തരമന്ത്രി. രണ്ടാമത്തത് ഒരു മന്ത്രിയുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ അവൻ പഠിച്ചിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പാണ്. മൃഗസംരക്ഷണ വകുപ്പ് ഇതുവരയ്ക്കും അവിടെ നിന്ന് ഒരു ആക്ഷൻ പോലും എടുത്തിട്ടില്ല. എന്തുകൊണ്ട് എടുത്തിട്ടില്ല? കാരണം BCക്ക് എതിരെ ആക്ഷൻ എടുക്കേണ്ട ഗവർണറാണ്. അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആദ്യം മുതൽ തന്നെ അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്. ഒരു ചാൻസലർ എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അവർ തെറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. സസ്പെൻഷനാണെങ്കിൽ സസ്പെൻഷൻ പോകുന്നുണ്ട്. അവർ രാജിയാണെങ്കിൽ രാജിക്ക് പോകുന്നുണ്ട്. പുതിയ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്. അത് വളരെ ട്രാൻസ്പെറൻ്റായിട്ട് പോകുന്നു, വളരെ സുതാര്യമായിട്ട് പോവുകയാണ്. പക്ഷേ ഈ ഡീനിനെതിരെയും അല്ലെങ്കിൽ അതിൽ നിന്ന് അസിസ്റ്റൻ്റ് വാർഡന് ഇപ്പോഴും ഡീന് കാണിച്ചിട്ടുള്ള 33 സസ്പെൻഡ് ചെയ്തുള്ള തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് കൊടുത്തൊരു ഡീന് ലിസ്റ്റ് കൊടുത്തു. BC സസ്പെൻഷനിലായി, DC രാജിവെച്ചു. അപ്പം ഈ ലിസ്റ്റ് കൊടുത്ത ഡീനിനെതിരെ, ഇപ്പോഴുള്ള ഡീനിനെതിരെ, പ്രസൻറ്റുള്ള ഡീനിനെതിരെ മൃഗസംരക്ഷണ വകുപ്പ് എന്ത് ആക്ഷൻ എടുത്തു? അത് വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടിയില്ലേ? ആദ്യത്തെ ഡീന് നാരായണൻ രാജിവെച്ചു. അസിസ്റ്റൻ്റ് വാർഡൻ കാന്തനാഥൻ അദ്ദേഹം രണ്ടുപേരും സസ്പെൻഷനിലാക്കി. അവർക്ക് സസ്പെൻഷനിലായി കഴിഞ്ഞിട്ട് അവർക്കെതിരെ എന്ത് ആക്ഷൻ ഈ മൃഗസംരക്ഷണ വകുപ്പ് എടുത്തു? അതാണ് അവരെ വകുപ്പിലാണല്ലോ പെട്ടത്. എന്തിനാണ് അവർ സംരക്ഷിച്ച് പോകുന്നത്? അവരെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. അതിൽ വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. ഈ നാരായണൻ എന്ന് പറയുന്ന ഡീനിൻ്റെ ഭാര്യ വിനീത, ഈ വിനീതയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെഡറൽ ബാങ്കിൽ ജോലിയാണ്. ഫെഡറൽ ബാങ്കിൽ സ്റ്റാഫ് യൂണിയൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. ഇടതുപക്ഷത്തിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് സ്റ്റാഫ് യൂണിയൻ്റെ ഈ ഡീനിൻ്റെ ഭാര്യ വിനീത. ഇത്രയും വലിയ പൊസിഷനിൽ ഇടതുപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോൾഡുള്ള ആളിൻ്റെ എതിരെ ഡീനിനെതിരെ എങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റും? അത് മാത്രം അന്വേഷിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. ഡീനിൻ്റെ ഭാര്യ വിനീതയുടെ ജോലി എന്താണ്? ഈ സ്റ്റാഫ് യൂണിയൻ ഫെഡറേഷൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റാഫ് യൂണിയൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംസ്ഥാനത്തിൻ്റെ അല്ല, അഖിലേന്ത്യാ. അപ്പോൾ ഇത്രയും ഹോൾഡുള്ള ഒരാൾക്കെതിരെ ഹോൾഡുള്ള ഭർത്താവിനെതിരെ എങ്ങനെ ആക്ഷൻ എടുക്കും സർക്കാർ? അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഓഫർ കാണുമായിരിക്കും. ശരിക്കും എനിക്കങ്ങനെ തോന്നുന്നത്. ഇപ്പോൾ അതെനിക്ക് കിട്ടിയ തെളിവോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ ജോലി വേണമെങ്കിൽ രാജിവെച്ചിട്ട് പോവാം, കുഴപ്പമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു കോർപ്പറേഷനിലോ അടുത്തൊരു ബോർഡിലോ നിങ്ങൾക്കൊരു ചെയർമാൻ സ്ഥാനമോ ഡയറക്ടർ സ്ഥാനമോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് തരാം എന്നുള്ളൊരു ഓഫർ അവിടെ കാണും. അതുകൊണ്ടാണ് അവർ ധൈര്യമായിട്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്കറിയില്ല അവർ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് വേറെ എവിടെ ജോലിക്ക് കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കാന്തനാഥ് വേറെ എവിടെയും ജോലിക്ക് കയറിയിട്ടുണ്ടോ. എനിക്ക് അവരെ പറയാൻ നടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ മൃഗസംരക്ഷണ വകുപ്പും എന്തുകൊണ്ട് ഇവർക്ക് ഇതുവരെയ്ക്ക് ചെറിയൊരു വിരൽ അനക്കുന്നില്ല? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ആ വകുപ്പിൽ തന്നെ ഭരിക്കേണ്ട ഒരു ഇതുണ്ട് എന്നാണ് ഒരു ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കുട്ടികളെ മരവാഴകളായിട്ട് കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, 10-200 കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരത് ക്യാൻവാസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊന്ന് അവയർനെസ് കൊടുക്കുക, സത്യം തുറന്നു പറയും, നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ധൈര്യം കൊടുക്കാനുള്ള ഒരു ആർജവം പോലും ഈ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആ വകുപ്പിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എന്തിനാ പിന്നെ അങ്ങനെയുള്ളൊരു മന്ത്രി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എല്ലാത്തിനും ആഭ്യന്തരത്തിന് മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ. ആഭ്യന്തരത്തിൻ്റെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ മൃഗസംരക്ഷണ വകുപ്പിലുള്ള ഈ മന്ത്രി എന്തിനാണ് ഇവരെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്? അതും കൂടെ ഇപ്പോൾ ഇതിൽ കൂടെ അന്വേഷിച്ച് പോകണം. അന്വേഷിച്ച് പോയില്ലെങ്കിൽ ഞാൻ അതിനെതിരെ അന്വേഷിക്കേണ്ട രീതി ഞാൻ നോക്കും. ഞാൻ വിട്ടുകൊടുക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല.